ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുറത്തുവരുന്നത് ഒരു അന്വേഷണത്തിന്റെ പരാജയമല്ല, മറിച്ച് ഒരു സംസ്ഥാന സംവിധാനത്തിന്റെ മനഃപൂർവമായ മൗനമാണ്. നിയമം അറിയാവുന്നവർ ചെയ്ത അനാസ്ഥയല്ല ഇത്. നിയമം നന്നായി അറിയാവുന്നവർ തന്നെ അതിനെ വെട്ടിച്ചുരുക്കിയ കഥയാണ്. അതുകൊണ്ടാണ് ഈ കേസ് ക്രിമിനൽ നിയമത്തിന്റെ പരിധി വിട്ട രാഷ്ട്രീയ ഭരണ കൂട്ടുകെട്ടിന്റെ പ്രതീകമായി മാറുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുള്ള രൂക്ഷ വിമർശനം വെറും ഒരു കേസിലെ നിരീക്ഷണമല്ല, അത് ഒരു സിസ്റ്റത്തിന്റെ നഗ്നമായ പരാജയമാണ്. കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജിയായ ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ച ചോദ്യം വളരെ ലളിതമാണ്. കുറ്റപത്രം നൽകാത്തത് കൊണ്ട് പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു പോകുന്നത് തടയാൻ SIT എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല? ഇത് ചോദ്യം മാത്രമല്ല, ഇതൊരു ആരോപണമാണ്. കാരണം ഒരു അന്വേഷണ സംഘത്തിന് അറിയാത്ത കാര്യമല്ല, 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാത്ത പക്ഷം പ്രതിക്ക് സ്വാഭാവിക ജാമ്യം അവകാശമാണ്. എന്നിട്ടും ഒരു കേസല്ല, 2 കേസുകൾ. ദ്വാരപാലക കേസ്, കട്ടിളപ്പാളി കേസ്. ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മൂരാരി ബാബു ഇരു കേസുകളിലും പ്രതിയാണ്. ഇരു കേസുകളിലും സ്വാഭാവിക ജാമ്യം നേടി പുറത്തുപോയി. ഇതൊരു അപൂർവ സംഭവമാണോ? അല്ല, ഒരിക്കലുമല്ല. ഇരു കേസുകളിലെയും പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കേസിൽ ജാമ്യം നേടി, മറ്റേ കേസിൽ 90 ദിവസം പൂർത്തിയാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇതെല്ലാം യാദൃച്ഛികമാണോ? അല്ലേ അല്ല. ഇവിടെയാണ് സംശയം ശക്തമാകുന്നത്. സർക്കാരും SITയും തമ്മിൽ കളിക്കുന്ന ഒളിച്ചു കളിയെ പറ്റി. അറസ്റ്റുകൾ നടന്നത് അസാധാരണമായ വേഗത്തിലാണ്. അത്രയും വേഗത്തിൽ അറസ്റ്റ് ഉണ്ടാകണമെങ്കിൽ അന്വേഷണ സംഘത്തിന് മതിയായ പ്രാഥമിക തെളിവുകൾ ഉണ്ടായിരിക്കണം. എന്നാൽ അതേ അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കേണ്ട ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ പരിശോധനകൾ ബാക്കിയാണെന്നും രേഖകൾ ഉറപ്പിക്കാനുണ്ടെന്നും പറയുന്നത് പരിഹാസ്യം തന്നെയാണ്. അറസ്റ്റിന് മുമ്പ് മതിയായ തെളിവുണ്ടായിരുന്നില്ല എങ്കിൽ ആ അറസ്റ്റുകൾ തന്നെ നിയമവിരുദ്ധമാണ്. അറസ്റ്റുകൾ ശരിയായിരുന്നുവെങ്കിൽ കുറ്റപത്രം വൈകുന്നത് ഉദ്ദേശപൂർവമാണ്. ഇവിടെ മൂന്നാമതൊരു സാധ്യതയില്ല. ഈ കേസിലെ ഏറ്റവും ഗുരുതരമായ രേഖ എന്തെന്നാൽ ദേവസ്വം ബോർഡ് യോഗ മിനിറ്റ്സിൽ സ്വർണ്ണ പാളിക്ക് പകരം ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയ ഭാഗം അറസ്റ്റുകൾക്ക് മുമ്പേ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. ദിവസങ്ങൾ മുമ്പാണ് ഈ നടപടി ആരംഭിച്ചത്. അതൊരു ചെറിയ വീഴ്ചയായി കാണാൻ കഴിയില്ല. കാരണം ഈ രേഖയാണ് ആ കേസിന്റെ അടിത്തറ. അടിത്തറ ഉറപ്പിക്കാതെ മുകളിലേക്ക് കെട്ടിടം പണിതാൽ പിന്നീട് അത് തകർന്നാൽ ഉത്തരവാദിത്തം ആര് വഹിക്കും? ഇവിടെയാണ് SITയുടെ വാദങ്ങൾ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത്. പ്രതികൾ പുറത്തിറങ്ങിയാലും ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇത് നിയമപരമായി ഒരു ശരിയായ വാചകമായിരിക്കാം, പക്ഷേ സാമൂഹികപരമായി ഇത് അപകടകരമാണ്. കാരണം പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ അവർ സ്വാധീനം ചെലുത്തും. സാക്ഷികളെ സ്വാഭാവികമായും സ്വാധീനിക്കും, തെളിവുകൾ ദുർബലമാക്കും. ഇതറിയാത്തവരല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ. എന്നിട്ടും അത് സംഭവിക്കാൻ അനുവദിക്കുന്നത് അശ്രദ്ധയൊന്നുമല്ല, സമ്മതമാണ്. ഇതിലും അപകടകരമാണ് സർക്കാരിന്റെ മൗനം. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടത് സർക്കാരാണ്. അന്തിമ റിപ്പോർട്ടില്ലാതെ അനുമതി തേടാനാകില്ലെന്ന വാദം സാങ്കേതികമായി ശരിയാകാം, പക്ഷേ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ വൈകുന്നത് സർക്കാരിന് ഒരു സമ്മർദ്ദവും സൃഷ്ടിക്കാത്ത സാഹചര്യം എന്തുകൊണ്ടാണ്? ഈ വൈകിപ്പിക്കൽ ആരുടെ താല്പര്യത്തിനാണ് ഗുണകരമാവുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ സർക്കാരിന് കൈ കഴുകാൻ കഴിയില്ല. ഇതാദ്യമായല്ല വലിയ അഴിമതി കേസുകളിൽ അറസ്റ്റുകൾ വേഗത്തിൽ നടക്കുകയും പിന്നീട് അന്വേഷണം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്ന മാതൃക കേരളത്തിൽ പുതുമയല്ല. ഇതൊരു പരീക്ഷിച്ചെടുത്ത മാതൃകയാണ്. ആദ്യം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അറസ്റ്റുകൾ, പിന്നീട് നിയമത്തിന്റെ സമയപരിധി ഉപയോഗിച്ച് പ്രതികളെ പുറത്തിറക്കൽ, ഒടുവിലോ വർഷങ്ങളോളം നീളുന്ന വിചാരണ, അവസാനം കേസ് മരിക്കും. ഉത്തരവാദികളാരും ശിക്ഷിക്കപ്പെടില്ല. ഇതാണ് ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചരിത്രം. അതുകൊണ്ടാണ് ഈ കേസിൽ ഹൈക്കോടതിയുടെ വിമർശനം അത്ര ശക്തമായത്. പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു പോകുമ്പോൾ ജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയം തോന്നുമെന്ന് കോടതി പറഞ്ഞത് അതൊരു നിരീക്ഷണം മാത്രമല്ല, ഒരു കുറ്റപത്രമാണ്. അത് SITക്കെതിരെയും സർക്കാരിനെതിരെയുമുള്ള നൈതിക കുറ്റമാണ്. ശബരിമല സ്വർണ്ണ കൊള്ള കേസ് ഇനി സ്വർണത്തെ കുറിച്ചല്ല, ഇത് ചെമ്പിനെ കുറിച്ചുമല്ല, ഇത് ദേവസ്വം ബോർഡിനെ കുറിച്ചുമല്ല, അത് കേരളത്തിൽ നിയമം ആരുടെ പക്ഷത്താണ് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തെ കുറിച്ചാണ്. നിയമം പ്രതികളുടെ സമയക്രമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ?
അതോ നീതിയുടെ സമയക്രമത്തിനനുസരിച്ചാണോ എന്നതാണ് ഇവിടെ ഉയരുന്ന യഥാർത്ഥ ചോദ്യം. കുറ്റപത്രം വൈകുന്നത് ഒരു സാങ്കേതിക പ്രശ്നമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മറക്കരുത്. നീതി വൈകുമ്പോൾ അത് വെറും വൈകലല്ല, അത് വഴിതിരികയാണ്. ഈ കേസിൽ സംഭവിക്കുന്നതും അത് തന്നെയാണ്. നിയമത്തിന്റെ വഴിയിലൂടെയാണെങ്കിലും നീതി ഇവിടെ പതുക്കെ പുറത്തേക്ക് തള്ളപ്പെടുകയാണ്. ഇത് തടയില്ലെങ്കിൽ നാളെ ഈ കേസ് ഓർമ്മിപ്പിക്കപ്പെടുക ശബരിമലയിലെ സ്വർണ കൊള്ളയായല്ല, മറിച്ച് കേരളത്തിൽ നീതി എങ്ങനെ കൃത്യമായി മുടക്കപ്പെട്ടു എന്ന ഉദാഹരണമായിരിക്കും.